ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന് ശേഷം UAE ഗസയിൽ എത്തിച്ചത് 1440 ടൺ സഹായ വസ്തുക്കൾ. ഇതോടെ യുദ്ധത്തിന് ശേഷം ഫലസ്തീൻ ജനതയ്ക്കായി UAE എത്തിച്ച സഹായം 30,000 ടൺ കവിഞ്ഞു. ജനുവരി 19 നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന് ശേഷം UAEയുടെ 100 ട്രക്കുകളാണ് ഗസയിൽ പ്രവേശിച്ചത്. ഭക്ഷണം, ടെന്റുകൾ, മരുന്നുകൾ അടക്കം വിതരണം ചെയ്തത് 1440 ടൺ അവശ്യ വസ്തുക്കൾ. ഈജിപ്തിലെ വടക്കൻ സീനായി പ്രവിശ്യയിലെ അൽ അരീഷ് നഗരത്തിൽ നിന്നാണ് സഹായ ദൗത്യത്തിന് UAE മേൽനോട്ടം വഹിക്കുന്നത്. ഗസക്കുള്ളിൽ റെഡ് ക്രോസ് അടക്കമുള്ള അന്താരാഷ്ട്ര സന്നദ്ധ സംഘങ്ങളുമായി ചേർന്നാണ് UAEയുടെ പ്രവർത്തനം. ദുരിതബാധിതർക്കായി UAE പ്രഖ്യാപിച്ച ഓപ്പറേഷൻ ഷിവൽറസ് നൈത്രിയുടെ ഭാഗമായി 160 ടൺ സഹായ ദൗത്യ സംഘങ്ങളാണ് ഫലസ്തീനിലെത്തിയത്. ആകെ 31,026 ടൺ സഹായ വസ്തുക്കളും വിതരണം ചെയ്തു. അതിനിടെ ഗസയിലേക്കുള്ള മെഡിക്കൽ സഹായം വഹിച്ച് ദുബൈ ഹ്യൂമാനിറ്റേറിയന്റെ പ്രത്യേക വിമാനം ഇന്നലെ അൽ അരീഷ് സൈനിക വിമാനത്താവളത്തിലെത്തി. സഹായം ലോകാരോഗ്യ സംഘടനയുടെ പങ്കാളിത്തത്തോടെ റഫ അതിർത്തി വഴി ഗസയിലെത്തിക്കും. ഇസ്രായേൽ അധിനിവേശത്തിന് ശേഷം ഗസയിലേക്ക് ഏറ്റവും കൂടുതൽ സഹായം എത്തിച്ച വിദേശ രാഷ്ട്രമാണ് UAE. ഇതുവരെ 3 ബില്യൺ ദിർഹത്തിന്റെ മാനുഷിക സഹായമാണ് അറബ് രാഷ്ട്രം ഗസക്കായി എത്തിച്ചത്. മാനുഷിക കാര്യങ്ങൾക്കുള്ള UN ഓഫീസിന്റെ വിവരങ്ങൾ പ്രകാരം ഗസയ്ക്ക് ലഭിച്ച ആകെ സഹായത്തിന്റെ 42% UAEയുടേതാണ്. മീഡിയ 1, ദുബൈ.